Hi students, till now we studied addition, subtraction of vectors. Now we will see the product of two vectors. There are two types. First one is scalar product or dot product. The scalar product of two non-zero vectors, vector A and vector B, denoted by vector A dot vector B, is defined as vector A dot vector B equal to magnitude of vector A into magnitude of vector B into cos theta, where theta is the angle between vector A and vector B, and 0 less than or equal to theta less than or equal to pi. വെക്റ്റർ എയും വെക്റ്റർ ബിയും രണ്ട് നോൺ സീറോ വെക്റ്റേഴ്സാണ്. അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് ഡിനോട്ട് ചെയ്യണതാണ് വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി, ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ ബി ഇൻറ്റു കോസ് തീറ്റ, വെർ തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ വെക്റ്റർ എ ആൻഡ് വെക്റ്റർ ബി. നിങ്ങൾ ഫിഗർ നോക്കുക, വെക്റ്റർ എയും വെക്റ്റർ ബിയും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ. ഇതിൽ ഡോട്ട് പ്രൊഡക്റ്റ് കാണുമ്പോൾ കിട്ടുന്ന ആൻസർ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അത് കാരണമാണ് ഇതിനെ സ്കെയിലാർ പ്രൊഡക്റ്റ് എന്ന് പറയുക. അപ്പോൾ സ്കെയിലാർ പ്രൊഡക്റ്റ് ഓർ ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് ടു വെക്റ്റേഴ്സ് വെക്റ്റർ എ ആൻഡ് വെക്റ്റർ ബി ഈസ് വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ ബി ഇൻറ്റു കോസ് തീറ്റ, വെർ തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ വെക്റ്റർ എ ആൻഡ് വെക്റ്റർ ബി. Now suppose either vector A equal to 0 or vector B equal to 0. Then we know that theta is not defined. In this case, vector A dot vector B is equal to 0. ഇനി ഈ ഡെഫിനിഷനിൽ നിന്ന് നമുക്ക് കുറച്ച് ഒബ്സർവേഷൻസ് കാണാം. ഫസ്റ്റ് വൺ ഇസ് വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി ഇസ് എ റിയൽ നമ്പർ. നമുക്കത് ആൻസർ കിട്ടണത് ഒരു റിയൽ നമ്പർ ആയിരിക്കും. സെക്കൻഡ് വൺ ഇസ് ലെറ്റ് വെക്റ്റർ എ ആൻഡ് വെക്റ്റർ ബി be two non-zero vectors, then vector A dot vector B equal to 0 if and only if vector A and vector B are perpendicular to each other. That is, in symbols we can write vector A dot vector B equal to 0 implies and implied by vector A perpendicular to vector B. നമുക്കറിയാം ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആണെങ്കിൽ അത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇൻക്ലൂഡ് ചെയ്യണതാണ്. ഇവിടെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, ഇഫ് എ വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി ഈക്വൽ ടു 0 then vector A is perpendicular to vector B. Second statement is if vector A is perpendicular to vector B then vector A dot vector B equal to 0. രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് എഴുതുമ്പോഴാണ് vector A dot vector B equal to 0 if and only if vector A perpendicular to vector B. ഇനി തേർഡ് ഒബ്സർവേഷൻ, ഇഫ് തീറ്റ ഈക്വൽ ടു 0 ദെൻ വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ ബി. അത് നമുക്കറിയാം, തീറ്റ 0 ആണെങ്കിൽ കോസ് 0 എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പോൾ വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി വിൽ ബി ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ ബി. Now fourth one, if theta equal to pi then vector A dot vector B equal to negative magnitude of vector A into magnitude of vector B. കാരണം തീറ്റ പൈ ആകുമ്പോൾ കോസ് പൈ എന്ന് പറയുന്നത് -1 ആണ്. Then we get vector A dot vector B equal to negative magnitude of vector A into magnitude of vector B. Now in particular, vector A dot negative vector A is equal to negative magnitude of vector A square, because in this case also theta is equal to pi. Now observation 5. For mutually perpendicular unit vectors I cap, j cap and k cap, we have I dot I equal to j dot j equal to k dot k equal to 1. അതെന്താ കാരണം? I dot I എന്ന് പറയുമ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ ഐ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ ഐ ഇൻറ്റു കോസ് 0 എന്നാണ് വരിക. മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ ഐ 1 ആണ്, കോസ് 0യും 1 ആണ്. അപ്പോൾ I dot I 1 കിട്ടും. അതേപോലെ തന്നെ j ഡോട്ട് ജെയും k ഡോട്ട് കെയും 1 ആണ്. ഇനി അതേപോലെ I ഡോട്ട് ജെ എടുത്താലോ, I ഡോട്ട് ജെ എടുത്തു കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് I ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ജെ ഇൻറ്റു കോസ് 90 എന്നാണ് വരിക. കോസ് 90 0 ആണ്. അപ്പോൾ I ഡോട്ട് ജെ വിൽ ബി ഈക്വൽ ടു 0. സിമിലർലി ജെ ഡോട്ട് കെ ഈക്വൽ ടു 0, കെ ഡോട്ട് ഐ ഈക്വൽ 0. അപ്പോൾ ഐക്കും ജെയ്ക്കും കെയ്ക്കും ക്യാപ്പ് ഇടാൻ മറക്കരുത് കേട്ടോ. ഇനി ഒബ്സർവേഷനിലെ സിക്സ്ത് വൺ, ആംഗിൾ ബിറ്റ്വീൻ ടു നോൺ സീറോ വെക്റ്റേഴ്സ് വെക്റ്റർ എ ആൻഡ് വെക്റ്റർ ബി ഈസ് ഗിവൺ ബൈ
cos theta equal to vector A dot vector B divided by magnitude of vector A into magnitude of vector B. അത് നമ്മൾ A dot Bയുടെ ഡെഫിനിഷനിൽ നിന്ന് എഴുതുന്നതാണ്. ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് കാണാൻ പറഞ്ഞാൽ ഈ ഫോർമുലയാണ് യൂസ് ചെയ്യുക. cos theta equal to vector A dot vector B divided by magnitude of vector A into magnitude of vector B, or we can write theta equal to cos inverse vector A dot vector B divided by magnitude of vector A into magnitude of vector B. Next observation 7th one. The scalar product is commutative, that is vector A dot vector B equal to vector B dot vector A. Why it is commutative? Because vector A dot vector B equal to magnitude of vector A into magnitude of vector B into cos theta, which can also be written as magnitude of vector B into magnitude of vector A into cos theta, and it is equal to vector B dot vector A. Therefore, scalar product or dot product is commutative. ഇത്രയാണ് ഡെഫിനിഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒബ്സർവേഷൻസ്. ഇതെല്ലാം കാണാതെ പഠിക്കണം കേട്ടോ. നെക്സ്റ്റ്, 2 important properties of scalar product. Property 1 is distributive property. Let vector A, vector B and vector C be any 3 vectors. Then vector A dot vector B plus vector C equal to vector A dot vector B plus vector A dot vector C. This is distributive property of scalar product over addition. നമ്മൾ റിയൽ നമ്പേഴ്സിൻ്റെ കേസിൽ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓവർ അഡീഷൻ ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. അതേപോലെ വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി പ്ലസ് വെക്റ്റർ സി ഈക്വൽ ടു വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി പ്ലസ് വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ സി. Next is property 2. Let vector A and vector B be any 2 vectors and lambda be any scalar. Then lambda vector A dot vector B is equal to lambda into vector A dot vector B, and it is equal to vector A dot lambda vector B. ഇനി വെക്റ്റർ എയും വെക്റ്റർ ബിയും കമ്പോണൻറ്റ് ഫോമിൽ തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി കാണാൻ നോക്കാം. Suppose vector A is equal to A1 I cap plus A2 j cap plus A3 k cap, and vector B is equal to B1 I cap plus B2 j cap plus B3 k cap. Then their scalar product is given by vector A dot vector B equal to A1 I plus A2 j plus A3 k dot B1i പ്ലസ് B2j പ്ലസ് B3k. ഡോട്ട് അവിടെ ശരിക്ക് കാണണം. പിന്നെ ഐക്കും ജെയ്ക്കും കെയ്ക്കും ക്യാപ്പിൻ്റെ ഇത് കൊടുക്കണം കേട്ടോ. നെക്സ്റ്റ് സ്റ്റെപ്പ് അപ്പോൾ എങ്ങനെ എഴുതും? A1i ഡോട്ട് B1i പ്ലസ് B2j പ്ലസ് B3k പ്ലസ് A2j ഡോട്ട് B1i പ്ലസ് B2j പ്ലസ് B3k പ്ലസ് A3k ഡോട്ട് B1i പ്ലസ് B2j പ്ലസ് B3k. ഇനി നമുക്കറിയാം വെക്റ്റേഴ്സ് തമ്മിലാണ് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമുക്ക് അത് യൂസ് ചെയ്തിട്ട് എഴുതാം. അപ്പോൾ എങ്ങനെ എഴുതും? A1 B1 I ഡോട്ട് I പ്ലസ് A1 B2 I ഡോട്ട് J പ്ലസ് A1 B3 I ഡോട്ട് K പ്ലസ് A2 B1 J ഡോട്ട് I പ്ലസ് A2 B2 J ഡോട്ട് J പ്ലസ് A2 B3 J ഡോട്ട് K പ്ലസ് A3 B1 K ഡോട്ട് I പ്ലസ് A3 B2 K ഡോട്ട് J പ്ലസ് A3 B3 K ഡോട്ട് K. ഇനി ഇതിൽ I ഡോട്ട് Iയും J ഡോട്ട് Jയും K ഡോട്ട് Kയും 1 ആണ്. ബാക്കി I ഡോട്ട് J, I ഡോട്ട് K, J ഡോട്ട് I, J ഡോട്ട് K അങ്ങനത്തെയൊക്കെ 0 ആണ്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് A1 B1 പ്ലസ് A2 B2 പ്ലസ് A3 B3 എന്ന് കിട്ടും. അപ്പോൾ വെക്റ്റേഴ്സ് എയും ബിയും കമ്പോണൻറ്റ് ഫോമിൽ തന്നു കഴിഞ്ഞാൽ ഈ ഫോമിൽ യൂസ് ചെയ്താൽ മതി ഡോട്ട് പ്രൊഡക്റ്റ് കാണാൻ. ഇഫ് വെക്റ്റർ എ ഈസ് ഈക്വൽ ടു A1i പ്ലസ് A2j പ്ലസ് A3k ആൻഡ് വെക്റ്റർ ബി ഈസ് ഈക്വൽ ടു B1i പ്ലസ് B2j പ്ലസ് B3k, ദെൻ വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി ഈക്വൽ ടു A1 B1 പ്ലസ് A2 B2 പ്ലസ് A3 B3. Next, projection of a vector on a line. Suppose a vector AB makes an angle theta with the directed line L in the anti-clockwise direction. Then projection of vector AB on line L is a vector P with magnitude of vector AB
cos theta and direction of vector P is same as that of line L if cos theta is positive and opposite to that of line L if cos theta is negative. ഇവിടെ രണ്ട് ഫിഗർ തന്നിട്ടുണ്ട്. ആദ്യത്തെ ഫിഗറിൽ വെക്റ്റർ എ ബിയുടെ പ്രൊജക്ഷൻ വെക്റ്റർ എ സി ആണ്. ഇറ്റ്സ് ഡയറക്ഷൻ ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് എൽ. രണ്ടാമത്തെ ഫിഗറിൽ പ്രൊജക്ഷൻ വെക്റ്റർ എ സി ആണ്. അത് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ലൈൻ എൽ ആണ്. റീസൺ ഇതാണ്. സെക്കൻഡ് കേസിൽ കോസ് തീറ്റ നെഗറ്റീവാണ്. തീറ്റ സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ് വരിക. അപ്പോൾ കോസ് തീറ്റ നെഗറ്റീവായ കാരണം പ്രൊജക്ഷൻ വെക്റ്ററിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ലൈൻ എൽ ആണ്. This vector P is called the projection vector and its magnitude of vector P is called the projection of vector AB on directed line L. അപ്പോൾ രണ്ട് കേസിലും വെക്റ്റർ എ ബിയുടെ പ്രൊജക്ഷൻ ഓൺ ലൈൻ എൽ വെക്റ്റർ എ സി ആണ്. ഇറ്റ്സ് ഡയറക്ഷൻ ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് എൽ ഇൻ ദ ഫസ്റ്റ് കേസ് സിൻസ് കോസ് തീറ്റ ഈസ് പോസിറ്റീവ്. ഇനി സെക്കൻഡ് കേസിൽ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് എൽ ആണ്. റീസൺ കോസ് തീറ്റ നെഗറ്റീവ്. ഇനി പ്രൊജക്ഷൻ വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എ ബി കോസ് തീറ്റ ആയിരിക്കും. എ ബി എന്ന് പറഞ്ഞാൽ എ ബിയുടെ ലെങ്ത്ത് ഇൻറ്റു കോസ് തീറ്റ. So projection of vector A on vector B is equal to magnitude of vector A into cos theta and it is equal to vector A dot vector B divided by magnitude of vector B. അത് എ ഡോട്ട് ബിയുടെ ഡെഫിനേഷനിൽ നിന്ന് നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഫോമുല നിങ്ങൾ കാണാതെ പഠിക്കണം. പ്രൊജക്ഷൻ ഓഫ് വെക്റ്റർ എ ഓൺ വെക്റ്റർ ബി ഈസ് വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ ബി. ഇനി ഇതിൽ നിന്നുള്ള ഒബ്സർവേഷൻസ് നോക്കാം. നമ്പർ 1, ഇഫ് പി ക്യാപ്പ് ഇസ് ദ യൂണിറ്റ് വെക്റ്റർ അലോങ് എ ലൈൻ എൽ then projection of vector A on line L is given by vector A dot p cap. Second, projection of vector A on vector B is given by vector A dot b cap. കാരണം ഇതാണ് നമുക്കറിയാം പ്രൊജക്ഷൻ ഓഫ് വെക്റ്റർ എ ഓൺ വെക്റ്റർ ബി ഈസ് വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ ബി. അതിൽ വെക്റ്റർ ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ ബി എന്ന് പറഞ്ഞാൽ അത് യൂണിറ്റ് വെക്റ്റർ അലോങ് ബി ആണ്. അപ്പോൾ നമുക്കതിനെ ബി ക്യാപ്പ് എന്ന് എഴുതാം. അപ്പോൾ പ്രൊജക്ഷൻ ഓഫ് വെക്റ്റർ എ ഓൺ വെക്റ്റർ ബി ഈസ് ഈക്വൽ ടു വെക്റ്റർ എ ഡോട്ട് ബി ക്യാപ്പ്. ഇനി തേർഡ് വൺ, ഇഫ് തീറ്റ ഈക്വൽ ടു 0 ദെൻ പ്രൊജക്ഷൻ വെക്റ്റർ ഓഫ് വെക്റ്റർ എ ബി വിൽ ബി വെക്റ്റർ എ ബി ഇറ്റ് സെൽഫ്. കാരണം കോസ് 0 എന്ന് പറയണത് 1 ആണ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ ബി കോസ് തീറ്റ എന്ന് പറയുന്നത് വെക്റ്റർ എ ബി തന്നെയായിരിക്കും. ഇനി സെക്കൻഡ്, ഇഫ് തീറ്റ ഈക്വൽ ടു പൈ ദെൻ പ്രൊജക്ഷൻ ഓഫ് വെക്റ്റർ എ ബി വിൽ ബി വെക്റ്റർ ബി എ. അത് റീസൺ ഇതാണ്. പ്രൊജക്ഷൻ ഓഫ് വെക്റ്റർ എ ബി ഈസ് വെക്റ്റർ എ ബിയുടെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു കോസ് തീറ്റ. അതിൽ തീറ്റ പൈ ആയാൽ കോസ് പൈ എന്ന് പറയുന്നത് നെഗറ്റീവ് ഉണ്ടാവും. അപ്പോൾ നെഗറ്റീവ് ഓഫ് വെക്റ്റർ എ ബി എന്നാണ് വരിക. അപ്പോൾ വെക്റ്റർ ബി എ ആണ് കിട്ടുക. Now fourth observation, if theta equal to pi by 2 or theta equal to 3 pi by 2 then projection vector of vector AB will be 0 vector. അതറിയാലോ cos pi by 2ഉം cos 3 pi by 2ഉം 0 ആണ്. അപ്പോൾ പ്രൊജക്ഷൻ വെക്റ്റർ 0 ആയിരിക്കും. Now suppose alpha, beta, gamma are the direction angles of vector A equal to a1i plus a2j plus a3k. Then its direction cosines are given by cos alpha equal to vector a dot I cap divided by magnitude of vector a into magnitude of I cap. ആംഗിൾ ബിറ്റ്വീൻ ടു വെക്റ്റേഴ്സിൽ നമ്മൾ കോസ് തീറ്റയുടെ ഫോമുല പഠിച്ചില്ല, അതാണ് യൂസ് ചെയ്യണത്. ഇവിടെ വെക്റ്റർ എയും ഐ ക്യാപ്പും തമ്മിലുള്ള ആംഗിൾ ആണ് കോസ് ആൽഫ വെച്ച് കിട്ടുന്നത്. ഇനി ന്യൂമറേറ്ററിൽ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എന്ത് വരും? A1 എന്നാണ് വരിക. കാരണം ഐ ഡോട്ട് ഐ വരുന്ന ടേം മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ, ബാക്കിയൊക്കെ 0 ആയിരിക്കും. അപ്പോൾ A1 ബൈ ഡിനോമിനേറ്ററിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ എന്ന് വരും, കാരണം മാഗ്നിറ്റ്യൂഡ് ഓഫ് ഐ ക്യാപ്പ് 1 ആണ്. സിമിലർലി വി ഗെറ്റ് കോസ് ബീറ്റ ഈക്വൽ ടു A2 ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ എ, കോസ് ഗാമ ഈക്വൽ ടു A3 ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ എ. Now note that magnitude of vector A into cos alpha
magnitude of vector A into cos beta, magnitude of vector A into cos gamma are respectively projections of vector A along OX, OY and OZ. അത് പ്രൊജക്ഷൻ്റെ ഡെഫിനിഷൻ വെച്ചിട്ട് പറയാം. ഇനി അതിൽ നമുക്കിവിടെ കോസ് ആൽഫയും കോസ് ബീറ്റയും കോസ് ഗാമയും നമ്മൾ എഴുതിയിട്ടുണ്ട്. അതിൽ നിന്ന് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ കോസ് ആൽഫ കണ്ടു നോക്കിയേ, എന്താ വരിക? A1 എന്നല്ലേ വരിക. അതേപോലെ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ കോസ് ബീറ്റ ഈസ് A2. Similarly, magnitude of vector A cos gamma is A3. അപ്പോൾ സ്കെയിലാർ കമ്പോണൻസ് ആണത്, A1ഉം A2ഉം A3ഉം, ആൻഡ് ദേ ആർ ദ പ്രൊജക്ഷൻസ് ഓഫ് വെക്ടർ എ അലോങ് എക്സ് ആക്സിസ്, വൈ ആക്സിസ് ആൻഡ് സെഡ് ആക്സിസ് റെസ്പെക്റ്റീവ്ലി. ക്ലിയർ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സ്കെയിലാർ കമ്പോണൻസ് ഓഫ് വെക്ടർ എ, ദറ്റ് ഈസ് A1, A2, A3 are the projections of vector A along x-axis, y-axis and z-axis respectively. Further, if vector A is a unit vector, then we can express it in terms of direction cosines. A equal to cos alpha I cap plus cos beta j cap plus cos gamma k cap. അത് നമുക്കറിയാലോ, യൂണിറ്റ് വെക്ടർ ആണെങ്കിൽ അതിൻ്റെ സ്കെയിലാർ കമ്പോണൻസ് ഡയറക്ഷൻ കൊസൈൻസ് ആയിരിക്കും.